നമുക്ക് അടുപ്പ് കത്തിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കൊക്കക്കോളയും എഗ്ഗും കൊണ്ട് മുട്ടയും കൊണ്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളൊരു സംഗതിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. കാട്ടിലെ തട്ടുകട, അതിൽ എഴുതിയിരിക്കുന്നത് തട്ടുകട എന്നാണ് കേട്ടോ, വില്ലേജ് ഫുഡ് കോർട്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനു വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. ഇത് നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കാം. കുറച്ച് ഉള്ളി, കുറച്ച് തക്കാളി, കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. കുറച്ച് ഇഞ്ചി പേസ്റ്റ്, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, ഇനി നമുക്ക് കുറച്ച് മുട്ടയാണ് ഒഴിക്കാനുള്ളത്. ഒരു 10-30 മുട്ട ഒഴിക്കണം. നമ്മുടെ ചട്ടി വലുതായതുകൊണ്ട് മതി. ഒരു 35 മുട്ട നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇടാം. നമ്മൾ മുട്ട ഫ്രൈഡ് റൈസിൻ്റെ പരുവത്തിനായി വരണത്. ഡ്രൈ ആണല്ലോ. ഇനി നമുക്കൊരു ചോറിടാം. ഇത് നമ്മൾ ചോറ് ബസുമതി റൈസ് മറ്റേ വേവിച്ച് എടുത്ത് വെച്ചാണത്. വേവിച്ചൊന്ന് ആറാൻ വെച്ചാണ്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഇതിൽ നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ചേർക്കില്ല അധികം. മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി, ഉപ്പ് പാകത്തിന്. നമ്മൾ ചോറ്റിൽ അല്പം ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കാതിലേക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഭാഗവും മറിഞ്ഞിങ്ങനെ വരട്ടെ. നമുക്ക് ഒന്ന് കുഴിയാക്കാം. ഇനി നമുക്ക് കുറച്ച് കൊക്കക്കോള ഒഴിക്കാതിരിക്കും.
കേബേജ്. നല്ല ഒരു മിനിറ്റ്. മല്ലിയില, ഒരല്പം സ്പ്രിംഗ് ഓണിയൻ. നമ്മൾ വേറെ പച്ചക്കറികളൊന്നും ഇതിനകത്ത് ചേർക്കണ്ട. മിക്സ് വെൽ. സംഗതി എല്ലാം കൂടി വന്നപ്പോൾ നല്ല അടിപൊളി മണം അല്ലേ? സൂപ്പറായി. നമ്മുടെ ഫ്രൈഡ് റൈസ് ഫൈനലി റെഡി ആയിട്ട് നമുക്ക് കഴിക്കാം. എന്താ അടിപൊളി സംഭവം. ഇനി കുറച്ച് മല്ലിയില, ഇതിന് മുകളിൽ കുറച്ച് മല്ലിയില, കുറച്ച് കേബേജ്. ഇനി നമുക്കത് ടേസ്റ്റ് നോക്കാം. അടിപൊളിയല്ലേ? അത് നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോകണം നമ്മുടെ ഫ്രൈഡ് റൈസ്. അടിപൊളി അല്ലേ? അടിപൊളി. നോർത്ത് ഇന്ത്യ സ്റ്റൈലാണത്. അവർ കപ്പിന്ന് കൊക്കോള കഴിക്കും, നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടു. ആ കോളിൻ്റെ ചെറിയൊരു മധുരവും അല്ലേ, ആ ഒരു എരിവും. സംഭവം ഉഷാർ സാധനം. അല്ല, കുട്ടികൾക്ക് പിരിവിരുന്ന് വാരത്തിന് അല്ലേ? നമ്മൾ അതെ, നമ്മൾ ചോറ് വെക്കുമ്പോഴല്ലോ കുറച്ച് ഒരു 5-6 ഏലക്കായും ഒരു കഷ്ണം പട്ടയും കുറച്ച് ക്രാമ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ അതിന് വേവിച്ചെടുത്ത്, അല്പം ഉപ്പും എണ്ണയും ഒഴിച്ചിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ചോറ് ആക്കിയെടുക്കാനുള്ളത്. പിന്നെ നമ്മൾ അതെല്ലാം കൂടി എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കണല്ലോ, അതെല്ലാം കൂടി കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ടായിട്ട് വീഡിയോ എടുത്തത്. സംഭവം തന്നെ അടിപൊളി ടേസ്റ്റാണ്, നല്ല വെറൈറ്റിയാണ്. നമ്മൾ ഫ്രൈഡ് റൈസിൽ, എഗ് ഫ്രൈഡ് റൈസിൽ ശരിക്കും പറഞ്ഞാൽ മുട്ട, അതുപോലെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർക്കും. നമ്മൾ വെജിറ്റബിൾസ് വളരെ കുറവാണ് ഇതിനകത്ത്. അതെ. പക്ഷേ വെജിറ്റബിൾസ് കുറവാണെങ്കിലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. കൊക്കക്കോള ഒഴിച്ചില്ലെങ്കിലും സംഗതി ടേസ്റ്റ് ആയിരിക്കും അല്ലേ? നല്ല രസമുണ്ട് സംഭവം. നല്ല പിരിവിരുന്നുണ്ട, നല്ല ഫ്രീ ആയിട്ട്, നല്ല ഒന്നൊന്നും ഒട്ടാതെ നല്ല അടിപൊളിയായിരുന്നു സംഭവം. ഇച്ചിരി ബീഫിന് കറിയോ മട്ടൻ കറി, ചിക്കൻ കറി ഉണ്ടെങ്കിൽ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും അതെ പൊളിച്ചിരിക്കും. അപ്പോൾ സംഭവം തന്നെ അടിപൊളി. നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പാർസലാക്കി നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുത്തുവിടാൻ വേണ്ടി പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ ആ ഷെഡൊക്കെ അവർ ടെൻ്റൊക്കെ ഇട്ടുണ്ട്, നമ്മൾ ഒരു തട്ടുകട സ്റ്റൈലാക്കിയിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മളതിൽ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. സാധനത്തിൽ വെൽഡിങ് അടിച്ച പൈപ്പിന് സ്ക്വയർ രൂപയൊക്കെ വാങ്ങി വെൽഡിങ് അടിച്ച അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ല മാത്രം, നമുക്ക് അറിയുന്ന പണിയാണല്ലോ. അതെ, തട്ടുകട മേക്കിംഗ്. അത് കാട്ടിലെ തട്ടുകട പാർസലാക്കാം. ഒരു 10-40 ബോക്സ് ആക്കേണ്ടി വരും. അതിൽ കുറച്ച് കേബേജും അതുപോലെ തന്നെ മല്ലിയിലയും. സാധനമുണ്ട്. അപ്പോൾ നമ്മളത് പാർസലാക്കി ആർക്ക് കൊടുക്കുന്നത് എന്താണെന്നുള്ളതൊന്നും കാണിക്കില്ല. നമ്മൾ ഓർഫനേജിൽ പോകുകയാണെങ്കിൽ മാത്രമേ നമ്മളത് കാണിക്കുള്ളൂ. കാരണം ഓർഫനേജിൽ പോകണത്, ഞങ്ങൾ പോകുന്നതിന് കാരണം എന്തറിയോ, നമ്മളിലൂടെ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, ഭക്ഷണമൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലഭിക്കട്ടെ എന്നൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രമാണ്. ഇത് നമ്മൾ ആർക്ക് കൊടുക്കണമെന്ന് കാണിക്കില്ല.
അപ്പോൾ ഓക്കെ, ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.